എല്ലാ കൂട്ടുകാർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമതായി, നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫോണിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫോൺ മറന്നു വെക്കാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ഫോൺ മറന്നു വെച്ചത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. രണ്ടാമതായി, നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ എവിടെയെല്ലാം യാത്ര ചെയ്തിട്ടുണ്ടെന്നും ഈ പരിചയപ്പെടുത്തുന്ന ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ടെക്നോളജി സംബന്ധമായ പുതിയ അറിവുകൾ ഓരോ ദിവസവും ലഭിക്കുന്നതിന് മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ സിംബൽ ഓൺ ചെയ്യുക. ആദ്യമായി, കളഞ്ഞുപോയ ഫോൺ ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. അതിനായി നിങ്ങൾ ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ എടുക്കുക. അതിൽ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന അഡ്രസ് ബാറിൽ google.com/maps/timeline എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾക്കിവിടെ ലോഗിൻ ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആവും. നിങ്ങൾ ചെയ്യേണ്ടത് കളഞ്ഞുപോയ ഫോണിലുള്ള അതേ മെയിൽ ID ഇവിടെ നൽകുക. നെക്സ്റ്റ് കൊടുത്ത് പാസ്വേഡും ടൈപ്പ് ചെയ്യുക. ഇവിടെ സൈൻ ഇൻ കൊടുക്കുക. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നഷ്ടപ്പെട്ട ഫോണിലുള്ള അല്ലെങ്കിൽ മറന്നു വെച്ച ഫോണിലുള്ള മെയിൽ IDയും പാസ്വേഡുമാണ് നമ്മൾ ഇവിടെ നൽകിയത്. ഇത് രണ്ടും കറക്റ്റായി തന്നെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്കിവിടെ ഒരു മാപ്പ് ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചുവന്ന ഡോട്ട്സ് കാണുവാൻ സാധിക്കും. കൊച്ചി, കോയമ്പത്തൂർ, കോഴിക്കോട്, തൃശ്ശൂർ ഈ സ്ഥലങ്ങളിലെല്ലാം ചുവന്ന ഡോട്ട്സ് കാണുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്ത സ്ഥലങ്ങളാണ് ഈ ചുവന്ന ഡോട്ട്സിലൂടെ കാണുവാൻ സാധിക്കുന്നത്. മുകളിൽ ടൈം ലൈൻ എന്നതിന്റെ തൊട്ട് താഴെ 2017 ജൂൺ 1 എന്ന് കാണാം. നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടത് ഇന്നലെയാണെന്ന് വെക്കുക. ഇന്ന് ജൂൺ 1-ാം തീയതിയാണ്. ഇന്നലെ ഡേറ്റ് മെയ് 31 അപ്പോൾ മെയ് 31-ാം തീയതി നഷ്ടപ്പെട്ട ഫോണിന്റെ ലൊക്കേഷൻ കാണുവാൻ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 1 എന്നുള്ള ഡേറ്റ് 31-ലേക്ക് മെയ് 31-ലേക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മെയ് 31-ാം തീയതി നിങ്ങൾ യാത്ര ചെയ്ത സ്ഥലങ്ങളിലുള്ള ലൊക്കേഷൻ കാണുവാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ താഴെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുള്ള ലൊക്കേഷൻ കാണുവാൻ സാധിക്കും. ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. കാരണം ഞാൻ ഇന്നലെ തൃശ്ശൂർ ബിഗ് ബസാറിൽ പോയിരുന്നു. അതിന്റെ കറക്റ്റ് ലൊക്കേഷനാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഈ മെത്തേഡ് ഉപയോഗിച്ച് ഏത് സ്ഥലത്ത് വെച്ചാണ് ഫോൺ നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിലെ GPS ഓൺ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമതായി, നമ്മൾ ഓരോ ദിവസവും യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനായി നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് യുവർ ടൈം ലൈൻ എന്ന ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ നിങ്ങൾ യാത്ര ചെയ്ത ഡേറ്റ് നൽകുക. നിങ്ങൾക്കിവിടെ നിങ്ങൾ യാത്ര ചെയ്ത ഓരോ സ്ഥലവും കാണുവാൻ സാധിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ ഫോൺ ലൊക്കേഷൻ ആരും കാണണ്ട എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഹിസ്റ്ററി ഓഫ് ചെയ്യാനും സാധിക്കും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വലതുഭാഗത്ത് കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. താഴേക്ക് വരുമ്പോൾ ഡിലീറ്റ് ഓൾ ലൊക്കേഷൻ ഹിസ്റ്ററി എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലൊക്കേഷൻ ഹിസ്റ്ററി ഓഫ് ചെയ്യാനും സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 ട്രിക്സുകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറക്കാതെ മൊബൈൽ ആൻഡ് ട്രിക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.